ഹലോ, നമ്മൾ ഇന്ന് 10ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലെ 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വാർ എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ഓർത്തിരിക്കുക, നമുക്ക് പഠിക്കാനുള്ളത് ഒരു ചെറുകഥയാണ് എന്നുള്ള കാര്യം ഓർക്കുക. വളരെ മനോഹരമായിട്ടുള്ള, വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം എബൌട്ട് ദി ഓതർ, നമ്മളുടെ എഴുത്തുകാരനെ ഒന്ന് പരിചയപ്പെടാം. ഈ ഒരു ഷോർട്ട് സ്റ്റോറി എഴുതിയിരിക്കുന്നത് ലൂജി പിരാൻഡെല്ലോ എന്ന് പറയുന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള ഇറ്റാലിയൻ എഴുത്തുകാരനാണ്. അദ്ദേഹം ജനിച്ചത് 1867 അദ്ദേഹത്തിൻ്റെ മരണം 1936. അദ്ദേഹം ഒരു ഡ്രമാറ്റിസ്റ്റ് ആയിരുന്നു, ഒരു നാടകകൃത്തായിരുന്നു, നോവലിസ്റ്റ് ആയിരുന്നു, പോയറ്റായിരുന്നു, അതുപോലെ തന്നെ ചെറുകഥാകൃത്ത് കൂടിയായിരുന്നു. With 6 characters in search of an author, 1921, he became a well-known innovator in modern drama. 1921 6 ക്യാരക്ടേഴ്സ് ഇൻ സെർച്ച് ഓഫ് ഓതർ എന്ന് പറയുന്ന ഒരു ഡ്രാമ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അതിലൂടെ അദ്ദേഹം അറിയപ്പെടാൻ തുടങ്ങിയത് മോഡേൺ ഡ്രാമയുടെ ഇന്നോവേറ്റർ, അത് കണ്ടുപിടിച്ച ഒരു വ്യക്തി എന്ന രീതിയിൽ അറിയപ്പെടാൻ തുടങ്ങി. ഹി വാസ് അവാർഡഡ് ദ നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 1934. 1934 അദ്ദേഹത്തിന് നൊബേൽ പ്രൈസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിരാൻഡെല്ലോസ് വർക്ക്സ് ഇൻക്ലൂഡ് നോവൽസ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ഷോർട്ട് സ്റ്റോറീസ്. നോവലുകളും 100 കണക്കിന് ചെറുകഥകളും അദ്ദേഹം എഴുതിയിരുന്നു. He also wrote a large number of plays which were published between 1918 and 1935 under the collective title Naked Mask. അപ്പോൾ 1918 മുതൽ 1935 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിനിടയിൽ അദ്ദേഹം ധാരാളം നാടകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒരൊറ്റ ടൈറ്റിലിൻ്റെ കീഴിലായിരുന്നു. നേക്ഡ് മാസ്ക് എന്ന് പറയുന്ന ഒരു ബുക്കായിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കളക്ഷൻ ആയിട്ടായിരുന്നു അദ്ദേഹം ആ ഡ്രാമകളൊക്കെ പബ്ലിഷ് ചെയ്തിരുന്നത്. ഇനി നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഈ ഒരു കഥ പഠിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഈ കഥ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിലാണ്. അതുപോലെ തന്നെ ഈ കഥയിലെ കഥാപാത്രങ്ങളായി വരുന്ന പാരൻസ് എല്ലാവരും തൻ്റെ മക്കൾ അവരിങ്ങനെ യുദ്ധമുഖത്തേക്ക് പോയിട്ട്, ഒരു വാറിന് വേണ്ടി, ഒരു യുദ്ധത്തിന് വേണ്ടി പോയിട്ട് അവരവിടെ നേരിടേണ്ടി വരുന്ന ആ കഷ്ടപ്പാടുകളെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഭയപ്പെടുന്ന പാരൻസിനെ കുറിച്ചും കൂടിയാണ് ഈ കഥയിലൂടെ പറഞ്ഞു പോകുന്നത്. ദ പാസഞ്ചേഴ്സ് ഹു ഹാഡ് ലെഫ്റ്റ് റോം ബൈ ദ നൈറ്റ് എക്സ്പ്രസ് ഹാഡ് ടു സ്റ്റോപ്പ് അൺടിൽ ഡോൺ അറ്റ് ദ സ്മോൾ സ്റ്റേഷൻ ഓഫ് ഫാബ്രിയാനോ. അപ്പോൾ റോമിൽ നിന്ന് രാത്രിയിൽ നൈറ്റ് എക്സ്പ്രസ്സിലേക്ക് യാത്ര ചെയ്തിട്ടുള്ള പാസഞ്ചേഴ്സ് പുലരും വരെ അവർ ഫാബ്രിയാനോ എന്ന് പറയുന്ന സ്റ്റേഷനിൽ കാത്തിരിക്കുകയാണ്. ദേ ദെൻ നീഡഡ് ടു കണ്ടിന്യൂ ദെയർ ജേർണി ബൈ ദ ഓൾഡ് ഫാഷൻ ലോക്കൽ ട്രെയിൻ ടു സുൽമോണ. സുൽമോണ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അവർക്ക് യാത്ര തുടരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ യാത്ര ചെയ്യാൻ വേണ്ടി അവർ കാത്തു നിൽക്കുന്നതോ ഒരു ഓൾഡ് ഫാഷൻഡ് ആയിട്ടുള്ള, വളരെ പഴയ ട്രെയിനിന് വേണ്ടിയിട്ടാണ് അവർ കാത്തു നിൽക്കുന്നത്. At dawn, in a stuffy and smoky second-class carriage in which a few people had already spent the night, a stout woman in deep mourning was hoisted in. Behind her, puffing and mourning, followed her husband, a tiny man, thin and weak, his face death white. His eyes were small and bright. അങ്ങനെ രാവിലെ ആയ സമയത്ത് സ്റ്റഫി ആൻഡ് സ്മോക്കി സെക്കൻഡ് ക്ലാസ് ക്യാരേജിലേക്ക്, ആ ഒരു സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിലേക്ക്, സ്മോക്കി ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ ആ ഒരു പുകപടലങ്ങളൊക്കെ ഉള്ള പഴയൊരു ട്രെയിനാണ്. അപ്പോൾ ആ പുകപടലങ്ങളൊക്കെ ഉള്ള ആ ഒരു കമ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റഫി, അതുപോലെ തന്നെ ആൾക്കാരൊക്കെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ആ കമ്പാർട്ട്മെൻറ്റിലേക്ക് എന്ത് ചെയ്തു, ആൾക്കാരൊക്കെ ഇങ്ങനെ ഇടിച്ച് കയറാൻ വേണ്ടിയിട്ട് തുടങ്ങി. അതിൽ ഓൾറെഡി കുറച്ച് ആൾക്കാരൊക്കെ തലേ ദിവസം തന്നെ അവിടെ ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഇരിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു സ്ത്രീ കടന്നു വന്നു, കുറച്ച് തടിയൊക്കെയുള്ള, വളരെ സങ്കടം, അതായത് മോർണിംഗ്, അതായത് എന്താ പറയുക, ഒരു സങ്കടത്തോടു കൂടി അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് ഒരു സ്ത്രീ അങ്ങോട്ടേക്ക് കയറി വന്നു. ഹോയിസ്റ്റഡിൻ, ആരൊക്കെയോ ഇങ്ങനെ തള്ളിക്കയറ്റിയതാണ് ആ സ്ത്രീയെ. ബിഹൈൻഡ് ഹർ, അവരുടെ പിന്നാലെയായിട്ട് അവരുടെ ഭർത്താവ് കൂടെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ്, അയാളും ഇതേപോലെ തന്നെ ഒരു സങ്കടത്തിൻ്റെ ഭാവത്തിലായിരുന്നു, അതുപോലെ കിതച്ചുകൊണ്ടായിരുന്നു അവരെ ഫോളോ ചെയ്ത് വന്നത്. എ ടൈനി മാൻ, ഒരു ടൈനി ആയിട്ടുള്ള, അധികം വലിയ വണ്ണമൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. തിൻ ആൻഡ് വീക്ക്, വളരെ മെലിഞ്ഞിട്ട്, വളരെ എന്താ പറയുക, വീക്കായിട്ടുള്ള, അത്ര ശക്തിയൊന്നുമില്ല, ഒരു പാവം പിടിച്ച പ്രായമായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഹിസ് ഫേസ് ഡെത്ത് വൈറ്റ്, അദ്ദേഹത്തിൻ്റെ മുഖം ഇങ്ങനെ വിളറി വെളുത്ത പോലെയുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ വളരെ ചെറിയ കണ്ണുകളായിരുന്നു, എന്നാൽ വളരെ തിളക്കമുള്ള രീതിയിലുള്ള കണ്ണുകളായിരുന്നു. ആൻഡ് ഹി ലുക്ക്ഡ് ഷൈ ആൻഡ് അൺഈസി, അതുപോലെ തന്നെ അദ്ദേഹം അത്ര ഒരു ഈസി ആയിരുന്നില്ല, അതായത് കുറച്ച് അസ്വസ്ഥനായിരുന്നു. തൻ്റെ ഭാര്യ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുന്നു, കുറച്ച് അസ്വസ്ഥതയിലായിരുന്നു. ഹാവിങ് അറ്റ് ലാസ്റ്റ് ടേക്കൺ എ സീറ്റ്, അങ്ങനെ അവസാനം അവർക്ക് ഒരു സീറ്റൊക്കെ കിട്ടി. ഹി പൊളൈറ്റ്ലി താങ്ക് ദ പാസഞ്ചേഴ്സ് ഹു ഹാഡ് ഹെൽപ്ഡ് ഹിസ് വൈഫ് ബൈ മേക്കിംഗ് റൂം ഫോർ ഹർ. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, തൻ്റെ ഭാര്യയ്ക്ക് അങ്ങനെ ഒരു സ്ഥലം, ഇരിക്കാനുള്ള ആ ഒരു സ്ഥലമൊക്കെ കൊടുത്തിട്ടുള്ള ആ പാസഞ്ചറിന് അദ്ദേഹം വളരെ പൊളൈറ്റായിട്ട്, വളരെ വിനയത്തോട് കൂടിയിട്ട് നന്ദിയൊക്കെ അറിയിച്ചു. ആൻഡ് ദെൻ ഹി ടേൺഡ് റൗണ്ട് ടു ദ വുമൻ ആൻഡ് പൊളൈറ്റ്ലി എൻക്വയർഡ്. എന്നിട്ടോ അദ്ദേഹം തിരിഞ്ഞു നിന്നിട്ട് ആ സ്ത്രീയോട് വളരെ പൊളൈറ്റായിട്ട് അവരോട് ഒരു കാര്യം ഇങ്ങനെ ചോദിച്ചു.
ആർ യു ഓൾ റൈറ്റ് ഡിയർ? തൻ്റെ ഭാര്യയോട് ഇങ്ങനെ ചോദിക്കുകയാണ്, നീ ഓക്കെ അല്ലേ? ദ വൈഫ് ഇൻസ്റ്റെഡ് ഓഫ് ആൻസറിങ് പുൾ അപ്പ് ദ കോളർ ഓഫ് ഹെർ കോട്ട് ആൻഡ് ഹൈഡ് ഹെർ ഫേസ്. പ്രത്യേകിച്ച് ഒന്നും പറയാതെ ഭാര്യ എന്ത് ചെയ്തു? തൻ്റെ ആ ഒരു കോട്ടിൻ്റെ കോളർ ഇങ്ങനെ പൊക്കിയിട്ട് അവരുടെ മുഖം അതിലിങ്ങനെ മറച്ചു. നാസ്റ്റി വേൾഡ് മട്ടേർഡ് ദ ഹസ്ബൻഡ് വിത്ത് എ സാഡ് സ്മൈൽ. ഒരു സങ്കടകരമായിട്ടുള്ള ഒരു ചിരിയോട് കൂടിയിട്ട് അദ്ദേഹം പിറുപിറുത്തു. മട്ടറിയ എന്ന് പറഞ്ഞാൽ പിറുപിറുക്കുകയാണ്. പിറുപിറുത്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നാസ്റ്റി വേൾഡ്, വളരെ എന്താണ് ഇങ്ങനെ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നാശം പിടിച്ച ഒരു ലോകമെന്ന് അദ്ദേഹം ഇങ്ങനെ പിറുപിറുത്തു. ആൻഡ് ഹി ഫെൽറ്റ് ഇറ്റ് ഹിസ് ഡ്യൂട്ടി ടു എക്സ്പ്ലെയിൻ ഹിസ് ട്രാവലിംഗ് കമ്പാനിയൻസ് ദാറ്റ് ദ പുവർ വുമൺ വാസ് ടു ബി പിറ്റീഡ്. അപ്പോൾ ആ ഭർത്താവിന് ഇങ്ങനെ തോന്നി, തൻ്റെ ഭാര്യ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ തൻ്റെ ഭാര്യയുടെ ഈ സങ്കടത്തിൻ്റെ കാരണം തൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർ കൂടെ ഒന്ന് അറിയണം എന്ന് അദ്ദേഹത്തിന് തോന്നി. അത് അവരോട് കൂടി ഒന്ന് പങ്കുവെക്കണമെന്ന് അദ്ദേഹത്തിന് തോന്നി. ദ വോർ വാസ് ടേക്കിംഗ് അവേ ഫ്രം ഹർ ദെയർ ഓൺലി സൺ. അപ്പോൾ അവരിങ്ങനെ സങ്കടപ്പെട്ടിരിക്കാനുള്ളൊരു കാരണം എന്താണ്? അവരുടെ ഒരേ ഒരു മകനെ ഈ യുദ്ധം വന്നതോടു കൂടിയിട്ട് നഷ്ടമാകാൻ വേണ്ടി പോവുകയാണ്. എ ബോയ് ഓഫ് 20, വെറും 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടി. ബോത്ത് ഓഫ് ദം ഹാഡ് ഡിവോട്ടഡ് ദ എൻറ്റയർ ലൈഫ് ടു ഹിം. തങ്ങളുടെ ജീവിതം തന്നെ അവർ മാറ്റിവെച്ചത് അല്ലെങ്കിൽ അവർ ഡിവോട്ട് ചെയ്തിരിക്കുന്നത്, സമർപ്പിച്ചിരിക്കുന്നത് ആ കുട്ടിക്ക് വേണ്ടിയിട്ടായിരുന്നു. ദേ ഹാഡ് ഈവൻ ബ്രോക്കൺ അപ്പ് ദെയർ ഹോം അറ്റ് സുൽമോണ ടു ഫോളോ ഹിം ടു റോം. അപ്പോൾ ആ കുട്ടിക്ക് റോമിലേക്ക് പോകണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ തങ്ങളുടെ ആ വീടും എല്ലാം, ഈ സുൽമോണയിലുള്ള വീടും കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് അവൻ്റെ കൂടെ റോമിലേക്ക് പോയതായിരുന്നു അവർ. വേർ ഹി ഹാഡ് ടു ഗോ ആസ് എ സ്റ്റുഡൻറ്റ്. അപ്പോൾ അവൻ റോമിലേക്ക് പോയത് എന്തിനായിട്ടാണ്? ഒരു സ്റ്റുഡൻ്റ് ആയിട്ടാണ് പോയത്. They allowed him to volunteer for war with a assurance that for at least 6 months he would not be sent to the war front. അപ്പം അവന് ഇങ്ങനെ വാറിൽ ഒരു വോളണ്ടിയറായിട്ട് പോകണമെന്ന് പറഞ്ഞ സമയത്ത് അച്ഛനും അമ്മയും അതിനുള്ള ആ ഒരു സമ്മതമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർ ഉറപ്പ് കൂടിയിട്ട് ഈ പറയുന്ന പട്ടാളക്കാരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറഞ്ഞത് 6 മാസത്തേക്കെങ്കിലും തൻ്റെ മകനെ ഈ വാർ ഫ്രണ്ടിലേക്ക്, യുദ്ധം നടക്കുന്നിടത്തേക്ക് വിടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് നൗ ഓൾ ഓഫ് സഡൻ, പക്ഷേ ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ദേ റിസീവ്ഡ് എ വയർ ഫ്രം ഹിം സേയിങ് ദാറ്റ് ഹി വാസ് ഡ്യൂ ടു ലീവ് ഇൻ 3 days. പക്ഷേ കഴിഞ്ഞ ദിവസം അവനിൽ നിന്ന് ഒരു സന്ദേശം, ഒരു മെസ്സേജ് അവർക്ക് കിട്ടി. അവൻ പറഞ്ഞ കാര്യം എന്താണ്? 3 ദിവസം കൊണ്ട് അവന് വാർ ഫ്രണ്ടിലേക്ക്, ആ യുദ്ധം നടക്കുന്നിടത്ത് പോകണം, അല്ലെങ്കിൽ യുദ്ധത്തിന് പോകണം എന്നുള്ളതായിരുന്നു അവർക്ക് കിട്ടിയ മെസ്സേജ്. ദേ വർ നൗ ഗോയിങ് ടു സീ ഹിം ഓഫ്. അപ്പോൾ അവനെ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അവനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ആ ഒരു അച്ഛനും അമ്മയും റോമിൽ പോയിട്ട് തൻ്റെ മകനെ യുദ്ധമുഖത്തേക്ക് പറഞ്ഞയച്ചിട്ട് തിരിച്ചു വരുമ്പോഴുള്ള ആ ഒരു അവസ്ഥയാണ് തുടക്കത്തിൽ നമ്മൾ കണ്ടത്. ദ വുമൻ വാസ് ട്വിസ്റ്റിംഗ് ആൻഡ് റിഗ്ലിംഗ്. അപ്പോൾ അവർ വളരെ ഇടുങ്ങിയ ആ ഒരു കമ്പാർട്ട്മെൻറ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വസ്ഥമായിട്ടൊന്നും ഇരിക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. അവർ ഇടയ്ക്കിടയ്ക്ക് വളഞ്ഞ് പുളഞ്ഞൊക്കെ ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ട്. അറ്റ് ടൈംസ് ഗ്രൗളിംഗ് ലൈക്ക് എ വൈൽഡ് ആനിമൽ. ചില സമയങ്ങളിൽ മുരൾച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. കാരണം കൃത്യമായിട്ട് ഇരിക്കാനൊന്നും പറ്റുന്നില്ല. അതുകൊണ്ടിങ്ങനെ ചില സമയങ്ങളിൽ ഒച്ചയൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. She felt certain that all those explanations would not have aroused even shadow of sympathy from those people. അപ്പോൾ തൻ്റെ ഭർത്താവ് എന്തുകൊണ്ടാണ് തൻ്റെ ഭാര്യ ഇത്ര സങ്കടത്തിലായിരിക്കുന്നത് എന്ന കാര്യം തൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാരോട് പറഞ്ഞിട്ടും അവരാരും ഒരു സിമ്പതിയോ അല്ലെങ്കിൽ ഒരു സിമ്പതീൻ്റെ ആ ഒരു ഇതൊന്നും കാണിക്കുന്നില്ല. അത് കണ്ടപ്പോൾ ഭാര്യയ്ക്ക് എന്താണ് ഇവരാരും നമ്മളോട് ആ ഒരു സിമ്പതിയോ അല്ലെങ്കിൽ ആ ഒരു നമ്മളുടെ ഈ സങ്കടത്തിൽ പങ്കുചേരാത്തത് എന്നുള്ള രീതിയിൽ അവരിങ്ങനെ ഒന്ന് അത്ഭുതപ്പെട്ടു. They were all most likely in the same plight as herself. ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുന്ന ഒരുവിധം എല്ലാ ആൾക്കാരും അവർ കടന്നു പോകുന്ന അതേ സാഹചര്യത്തിലൂടെ തന്നെ ആയിരുന്നു കടന്നു പോയിരുന്നത്. കാരണം അവരും അവരുടെ മക്കളെയൊക്കെ ഇതേപോലെ യാത്രയാക്കാൻ, യുദ്ധത്തിന് വേണ്ടി പറഞ്ഞു വിടാൻ വേണ്ടി പോയി അവരെയൊക്കെ കണ്ട് യാത്രയാക്കിയിട്ട് തിരിച്ചു വന്നിട്ടുള്ള പാരൻസ് തന്നെ ആയിരുന്നു ആ ഒരു കമ്പാർട്ട്മെൻറ്റിൽ യാത്ര ചെയ്യുന്നത്. വൺ ഓഫ് ദം ഹു ഹാഡ് ബീൻ ലിസണിങ് വിത്ത് ദ പെർട്ടിക്കുലർ അറ്റൻഷൻ ആൻസേർഡ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യാത്രക്കാരിൽ ഒരാൾ വളരെ കീനായിട്ട്, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഭർത്താവ് പറയുന്ന കാര്യങ്ങളിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. യു ഷുഡ് താങ്ക് ഗോഡ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറയണം. ദാറ്റ് യുവർ സൺ ഈസ് ലീവിങ് ഫോർ ദ ഫ്രണ്ട് ഓൺലി നൗ. നിങ്ങളുടെ മകൻ ആ യുദ്ധമുഖത്തേക്ക് ഇപ്പോഴാണ് പോകുന്നത്. മൈൻ ഹാഡ് ബീൻ സെൻഡ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വാർ. എൻ്റെ മകൻ ആദ്യത്തെ ദിവസം, യുദ്ധം തുടങ്ങിയ ആദ്യത്തെ ദിവസം തന്നെ ആ യുദ്ധമുഖത്തേക്ക് പോകേണ്ടി വന്ന ഒരാളാണ്. ആൻഡ് ഹി ഹാസ് ഓൾറെഡി കം ബാക്ക് ട്വൈസ് വൂണ്ടഡ് ആൻഡ് ബീൻ സെൻഡ് ബാക്ക് അഗെയിൻ ടു ദ വാർ ഫ്രണ്ട്. 2 പ്രാവശ്യം ആ യുദ്ധത്തിന് പോയി മുറിവുകളൊക്കെ ആയിട്ട് അവൻ തിരിച്ചു വന്നു. എന്നിട്ട് ഇപ്പോൾ അവനെ വീണ്ടും എന്ത് ചെയ്തിരിക്കുകയാണ്? ആ യുദ്ധമുഖത്തേക്ക് പറഞ്ഞയച്ചിട്ട് വരുന്ന വഴിയാണ് ഞാൻ. വാട്ട് അബൌട്ട് മീ? അപ്പോൾ മറ്റൊരു പാസഞ്ചർ പറഞ്ഞു, അപ്പോൾ എൻ്റെ കാര്യം എങ്ങനെയാണ്? ഐ ഹാവ് 2 സൺസ്. എനിക്ക് 2 മക്കളുണ്ട്. ആൻഡ് 3 നെഫ്യൂസ്. അതുപോലെ 3 നെഫ്യൂസ് ഉണ്ട് അറ്റ് ദ ഫ്രണ്ട്. അവരും ഇതേപോലെ തന്നെ യുദ്ധമുഖത്താണുള്ളത്. സെഡ് അനദർ പാസഞ്ചർ. മറ്റൊരു പാസഞ്ചർ പറഞ്ഞു. മേ ബി, ബട്ട് ഇൻ അവർ കേസ് ഇറ്റ്സ് അവർ ഓൺലി സൺ.
അപ്പോൾ ആ ഒരു ഹസ്ബൻഡ് പറഞ്ഞു, അങ്ങനെ ആയിരിക്കാം, പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ഞങ്ങൾക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ. ആ മകനാണ് ഇപ്പോൾ യുദ്ധമുഖത്തേക്ക് പോയിരിക്കുന്നത്. വെഞ്ചേർഡ് ദ ഹസ്ബൻഡ്. വളരെ കോഷ്യസ് ആയിട്ട്, വളരെ ആശങ്കയോട് കൂടിയിട്ട് അദ്ദേഹം ആ കാര്യം അവരോട് പറഞ്ഞു. വാട്ട് ഡിഫറൻസ് ക്യാൻ ഇറ്റ് മേക്ക്? അതിലെന്ത് മാറ്റമാണുള്ളത്? യു മേ സ്പോയിൽ യുവർ ഓൺലി സൺ ബൈ എക്സസീവ് അറ്റൻഷൻ. നിങ്ങൾക്ക് ഒരു കുട്ടിയാണുള്ളതെങ്കിൽ അവന് കൂടുതൽ ലാളനയും അവന് കൂടുതൽ അറ്റൻഷനൊക്കെ കൊടുത്തിട്ട് അവനെ സ്പോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ബട്ട് യു കനോട്ട് ലവ് ഹിം മോർ ദാൻ യു വുഡ് ലവ് ഓൾ ഓഫ് അതർ ചിൽഡ്രൻ ഇഫ് യു ഹാഡ് എനി. നിങ്ങൾക്ക് ഒന്നിലധികം കുട്ടികളുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ ഒന്നിലധികം കുട്ടികളുള്ള സമയത്ത് നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രം കൂടുതൽ സ്നേഹം കൊടുക്കുക എന്ന് പറയുന്ന പരിപാടിയൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എല്ലാ മക്കളെയും നിങ്ങൾ ഒരുപോലെ സ്നേഹിക്കേണ്ടതായിട്ട് വരും. പാരൻ്റൽ ലവ് ഈസ് നോട്ട് ലൈക്ക് എ ബ്രെഡ്. ഒരു പിതാവിൻ്റെ അല്ലെങ്കിൽ പാരൻസിൻ്റെ സ്നേഹം എന്ന് പറയുന്നത് ഒരിക്കലും ബ്രെഡ് പോലെയല്ല. ദാറ്റ് ക്യാൻ ബി ബ്രോക്കൺ ഇൻ പീസസ് ആൻഡ് സ്പ്ലിറ്റ് എമംഗ് ദ ചിൽഡ്രൻ ഇൻ ഈക്വൽ ഷെയർസ്. ഒരു ബ്രെഡ് നമ്മൾ മുറിച്ചിട്ട് എല്ലാവർക്കും കൂടിയിട്ട് കൊടുക്കുന്നത് പോലെ, അങ്ങനെ ഈക്വൽ ഷെയർ ആയിട്ട് കൊടുക്കുന്നത് പോലെ കൊടുക്കാൻ കഴിയുന്ന ഒരു സാധനമല്ല ഈ ഒരു പാരൻ്റൽ ലവ് എന്ന് പറയുന്നത്. എ ഫാദർ ഗീവ്സ് ഓൾ ഹിസ് ലവ് ടു ഈച്ച് വൺ ഓഫ് ഹിസ് ചിൽഡ്രൻ വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ. തനിക്ക് എത്ര മക്കളുണ്ടെങ്കിലും എല്ലാ മക്കൾക്കും തുല്യമായിട്ടുള്ള ഒരു സ്നേഹമാണ് ഒരു പാരൻ്റ് അല്ലെങ്കിൽ ഒരു അച്ഛൻ നൽകുന്നത്. അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ, ഒരു വിവേചനവുമില്ലാതെ. വെദർ ഇറ്റ് ബി 1 or 10, ഒരു കുട്ടിയാണെങ്കിലും 10 കുട്ടിയായാലും എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരേ സ്നേഹം, തൻ്റെ ആ ഒരു മൊത്തമായിട്ടുള്ള സ്നേഹം തന്നെയാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഇഫ് ഐ ആം സഫറിങ് നൗ ഫോർ മൈ 2 sons, ഞാനിപ്പോൾ സഹിച്ചുകൊണ്ടിരിക്കുന്നത് 2 പേര്, എൻ്റെ 2 മക്കളും ആ യുദ്ധമുഖത്താണ്. അവരെ നഷ്ടപ്പെടുന്നതിൻ്റെ അല്ലെങ്കിൽ അവരാ യുദ്ധത്തിന് പറഞ്ഞു വിട്ടതിൻ്റെ സങ്കടത്തിലാണ് ഞാനുള്ളത്. ഐ എം നോട്ട് സഫറിങ് ഹാഫ് ഫോർ ഈച്ച് ഓഫ് ദം ബട്ട് ഡബിൾ. ഞാനൊരിക്കലും പകുതി ആ ഒരു നഷ്ടമല്ല ഞാനിപ്പോൾ, ആ ഒരു വേദനയല്ല ഞാൻ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. പകരമോ ഒരു ഡബിളായിട്ടുള്ള വേദനയാണ് ഞാൻ സഹിക്കുന്നത്. എനിക്ക് 2 മക്കളുണ്ട്, എനിക്ക് ആ ഒരു ഡബിളായിട്ടുള്ള വേദനയാണ് എനിക്കുള്ളത് എന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പാനിയൻ അല്ലെങ്കിൽ ഒരു പാസഞ്ചർ പറഞ്ഞു. ട്രൂ സൈഡ് ദ എംബാരസ്ഡ് ഹസ്ബൻഡ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ ഒരു അച്ഛൻ, അതായത് ആദ്യം സംസാരിച്ചു തുടങ്ങിയ ആ ഒരു ഹസ്ബൻഡ് പറഞ്ഞു, ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. But suppose a father has 2 sons at the front and he loses one of them, there is still one left to console him while. ഒരു രക്ഷിതാവിന് 2 മക്കളുണ്ടെന്ന് കരുതുക. ആ 2 മക്കളിൽ ഒരാൾ യുദ്ധത്തിനിടയിൽ നഷ്ടപ്പെട്ടെന്ന് കരുതുക. എന്നാൽ പോലും ആ രക്ഷിതാവിന് അല്ലെങ്കിൽ ആ ഒരു അച്ഛന് ഒരു കുട്ടിയെങ്കിലും തന്നെ സമാധാനിപ്പിക്കാനുണ്ടല്ലോ എന്ന് ആശ്വസിക്കാമല്ലോ എന്ന് ആ ഒരു ഹസ്ബൻഡ് ആ കൂടെ ഉണ്ടായിരുന്ന യാത്രക്കാരനോട് പറഞ്ഞു. യെസ് ആൻസേർഡ് ദ അതർ ഗെറ്റിംഗ് ക്രോസ് എന്ന് പറയുന്ന വാക്ക് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് ദേഷ്യത്തോടു കൂടി ആ ഒരു അർത്ഥത്തിലാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ പാസഞ്ചർ അപ്പോൾ പറഞ്ഞു, അതെ, അതായത് ഒരാൾ കൺസോൾ ചെയ്യാൻ വേണ്ടി ഉണ്ടായിരിക്കും. കുറച്ച് ദേഷ്യത്തോടു കൂടി അയാൾ പറഞ്ഞു. എ സൺ ലെഫ്റ്റ് ടു കൺസോൾ ഹിം. ഒരു മകൻ തന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ബാക്കിയുണ്ടാവും. ബട്ട് ഓൾസോ എ സൺ ലെഫ്റ്റ് ഫോർ ഹും ഹി മസ്റ്റ് സർവൈവ് ഇൻ ഡിസ്ട്രെസ്. ഒരാൾ മരിച്ചുപോയി, മറ്റൊരാൾ യുദ്ധമുഖത്ത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാണ്. അപ്പോൾ ആ അച്ഛൻ ഒരു കുട്ടി മരിച്ചു പോയതിൻ്റെ സങ്കടവും പേരണം, അതുപോലെ തന്നെ തൻ്റെ മകൻ ആ ഒരു യുദ്ധമുഖത്ത് ഫൈറ്റ് ചെയ്യാണല്ലോ എന്നുള്ള ആ ഒരു സങ്കടവും മനസ്സിലുണ്ടാവും. ആ ഒരു മാനസിക വിഷമവും കൂടിയിട്ട് ആ അച്ഛനുണ്ടാവും. ഡോണ്ട് യു സീ ഹൗ മൈ കേസ് വുഡ് ബി വേഴ്സ് ദാൻ യുവേഴ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങളുടെ അവസ്ഥയേക്കാൾ എത്രയോ പരിതാപകരമാണ് എൻ്റെ അവസ്ഥ എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? നോൺസെൻസ് ഇൻറ്ററപ്റ്റഡ് അനദർ ട്രാവലർ. അപ്പോൾ പെട്ടെന്ന് മറ്റൊരു ട്രാവലർ ആ കോൺവെർസേഷനിൽ ഇടപെട്ടുകൊണ്ട് നോൺസെൻസ് എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. എ സ്റ്റൗട്ട്, കുറച്ച് തടിയുള്ള റെഡ് ഫേസ്ഡ് മാൻ, ചുവന്ന മുഖമൊക്കെയുള്ള ഒരു മനുഷ്യൻ, വിത്ത് ബ്ലഡ് ഷോട്ട് ഐസ്, കണ്ണുകളൊക്കെ കരഞ്ഞു കലങ്ങി ചുവന്ന നിറത്തിലായിരുന്നു. ഹി വാസ് പാൻറ്റിങ്, അദ്ദേഹം കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഫ്രം ഹിസ് ബൾജിങ് ഐസ്, ആ ഒരു വീർത്ത കണ്ണുകളിൽ സീം ടു സ്പേർട്ട് ഇന്നർ വയലൻസ് ഓഫ് ആൻ അൺകൺട്രോൾഡ് വൈറ്റാലിറ്റി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തോ ഒരു വല്ലാത്ത സങ്കടമുണ്ട്. ആ സങ്കടം ഇങ്ങനെ പുറത്തേക്ക് തള്ളുന്ന ഒരു തീഷ്ണതയോട് കൂടിയിട്ടായിരുന്നു അദ്ദേഹം ഇങ്ങനെ ചുറ്റും നോക്കി. അദ്ദേഹം ഇങ്ങനെ കരയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ആ ഒരു കണ്ണീര് വരുന്നുണ്ട്. അദ്ദേഹത്തിന് വല്ലാത്തൊരു തീഷ്ണമായിട്ടുള്ളൊരു ഇമോഷനിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. വളരെ സിവിയർ ആയിട്ടുള്ളൊരു ഇമോഷനിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നോക്കിയാൽ തന്നെ മനസ്സിലാകുമായിരുന്നു. അപ്പോൾ വൈറ്റാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെങ്ത്തിനെയാണ് നമ്മൾ വൈറ്റാലിറ്റി എന്ന് പറയുക. നോൺസെൻസ് ഹി റിപ്പീറ്റഡ്. വീണ്ടും അദ്ദേഹം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നോൺസെൻസ് എന്ന് പറഞ്ഞു. ഡു വി ഗിവ് ലൈഫ് ടു അവർ ചിൽഡ്രൻ ഫോർ അവർ ഓൺ ബെനിഫിറ്റ്? എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, നമ്മളെല്ലാവരും കുട്ടികൾക്ക് ജന്മം നൽകുന്നത് നമ്മളുടെ ബെനിഫിറ്റിന് വേണ്ടി മാത്രമാണോ? ദ അതർ ട്രാവലേഴ്സ് സ്റ്റേയർഡ് അറ്റ് ഹിം ഡിസ്ട്രെസ്. അപ്പോൾ മറ്റ് യാത്രക്കാരെല്ലാവരും ഒരു ഡിസ്കംഫർട്ടോടുകൂടി അദ്ദേഹത്തിനെ ഒന്ന് സ്റ്റെയർ ചെയ്തു. സ്റ്റെയർ ചെയ്യാന്ന് പറഞ്ഞാൽ തുറിച്ചു നോക്കുക. ദ വൺ ഹൂ ഹാഡ് ഹിസ് സൺ അറ്റ് ദ ഫ്രണ്ട് സൈൻസ് ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വാർ സൈറ്റ്. അപ്പോൾ ആദ്യ ദിവസം തന്നെ ആ ഒരു യുദ്ധമുഖത്തേക്ക് പോകേണ്ടി വന്ന ആ ഒരു രക്ഷിതാവ് അല്ലെങ്കിൽ ആ മകൻ്റെ ആ ഒരു രക്ഷിതാവ് ഒരു നെടുവീർപ്പോട് കൂടിയിട്ട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. യു ആർ റൈറ്റ്, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അവർ ചിൽഡ്രൻ ഡു നോട്ട് ബിലോങ് ടു അസ്.
നമ്മളുടെ കുട്ടികൾ നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, അല്ലെങ്കിൽ നമ്മളുടേത് മാത്രമല്ല. ദേ ബിലോങ് ടു ദ കൺട്രി. ഈ രാജ്യത്തിൻ്റെ കൂടെ സ്വത്താണ് അവർ. ബോഷ് റിട്ടോർഡ് ദ സ്റ്റൗട്ട് ട്രാവലർ. ബോഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺസെൻസ്. റിട്ടോർഡ് എന്ന് പറഞ്ഞാൽ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് റിപ്ലൈ ചെയ്യുക. ആ ഒരു തടിയുള്ള ആ ഒരു ട്രാവലർ വളരെ ദേഷ്യത്തോട് കൂടിയിട്ട് വീണ്ടും നോൺസെൻസ് എന്ന് പറഞ്ഞു. ഡു വി തിങ്ക് ഓഫ് ദ കൺട്രി വെൻ വി ഗീവ് ലൈഫ് ടു അവർ ചിൽഡ്രൻ. നമ്മൾ ഒരു കുട്ടിക്ക് ജന്മം നൽകുന്ന സമയത്ത് നമ്മൾ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? വി ബിലോങ് ടു ദം. നമ്മൾ അവരെ എന്താണ്, നമ്മൾ ആ കുട്ടികൾക്കാണ് ബിലോങ് ചെയ്തിരിക്കുന്നത്. ബട്ട് ദേ നെവർ ബിലോങ് ടു അസ്. നമുക്കൊരിക്കലും അവർ ബിലോങ് ചെയ്യുന്നില്ല. പകരം അവർക്ക്, അതായത് കുട്ടികൾക്ക് നമ്മളെ വേണം, അല്ലാതെ നമുക്ക് ആ കുട്ടികൾ എന്ന് പറയുന്ന സംഭവമല്ല. ആൻഡ് വെൻ ദേ റീച്ച് 20, അവർ 20 വയസ്സാകുന്ന സമയത്ത് ദേ ആർ എക്സാക്ട്ലി വാട്ട് വി വർ അറ്റ് ദെയർ ഏജ്. നമ്മൾ എന്താണോ ആ പ്രായത്തിൽ ചെയ്തിരുന്നത് അത് തന്നെയാണ് അവരും ഇപ്പോൾ ചെയ്യുന്നത്. അതായത് ചില രാജ്യങ്ങളിലൊക്കെ ഒരു 10-20 വയസ്സാകുമ്പോൾ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ സൈനിക സേവനം നിർബന്ധിതമായിട്ട് ചെയ്യണമെന്നുള്ള എന്താ പറയുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള രാജ്യങ്ങളുണ്ട്. അപ്പോൾ ആ ഒരു സർക്കംസ്റ്റാൻസസിൽ വെച്ചിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ആ ഒരു 20 വയസ്സിൽ, നമ്മുടെ 20 വയസ്സിൽ നമ്മൾ എന്താണോ ചെയ്തത് അത് തന്നെയാണ് നമ്മളുടെ മക്കളും ഇപ്പോൾ ചെയ്യുന്നത്. നൗ അറ്റ് അവർ ഏജ് ദ ലവ് ഓഫ് അവർ കൺട്രി ഈസ് സ്റ്റിൽ ഗ്രേറ്റ്. നമ്മളുടെ ഈ പ്രായത്തിൽ നമുക്ക് നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹം, ആ ഒരു സ്നേഹം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഓഫ് കോഴ്സ്, ബട്ട് സ്ട്രോങ്ങർ ദാൻ ഇറ്റ് ഈസ് ദ ലവ് ഓഫ് അവർ ചിൽഡ്രൻ. പക്ഷേ ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്തേക്കാൾ കൂടുതൽ നമ്മൾ സ്നേഹിക്കുന്നത് നമ്മളുടെ മക്കളെയാണ്. പക്ഷേ നമുക്ക് മക്കളൊന്നും ഇല്ലാതിരുന്ന ആ 20 വയസ്സിൽ നമുക്ക് രാജ്യത്തോടുള്ള സ്നേഹം കൂടുതലായിരുന്നു. നമ്മളും ഈ പറയുന്ന പോലെ തന്നെ ഈ സൈനിക സേവനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈസ് ദർ എനിവൺ ഓഫ് us here wouldn't gladly take his son's place at the front if he could. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾക്ക് ആർക്കെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ, തൻ്റെ മകന് പകരം നിങ്ങൾക്ക് ആ ഒരു യുദ്ധമുഖത്തേക്ക് പോകാനുള്ള അവസരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും തന്നെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അത് സ്വീകരിക്കില്ലേ എന്ന് അവിടെയുള്ള ആൾക്കാരോട്, ആ യാത്രക്കാരോടായിട്ട് ആ ഒരു പിതാവ് ചോദിച്ചു. ദർ വാസ് എ സൈലൻസ് ഓൾ അറൗണ്ട്, എവറിബഡി നോഡിങ് ആസ് ഇഫ് ടു അപ്രൂവ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചോദ്യം കേട്ടിട്ട് ആ ഒരു ക്യാരേജിലുള്ള എല്ലാവരും പെട്ടെന്ന് സൈലൻ്റായി. എന്നിട്ട് ഓരോരുത്തരും ഇങ്ങനെ തല കുലുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. നോഡിയ എന്ന് പറഞ്ഞാൽ തല കുലുക്കുക. ദ സ്റ്റൗട്ട് മാൻ കണ്ടിന്യൂഡ്. ആ ഒരു തടിയുള്ള ആ ഒരു ട്രാവലർ വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഈസൻറ്റ് ഇറ്റ് നാച്ചുറൽ ദാറ്റ് അറ്റ് ദെയർ ഏജ് ദേ ഷുഡ് കൺസിഡർ ദ ലവ് ഫോർ ദെയർ കൺട്രി ഈവൻ ഗ്രേറ്റർ ദാൻ ദെയർ ലവ് ഫോർ അസ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും ചോദിച്ചു, ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള കാര്യമല്ലേ? അവരുടെ 20ാമത്തെ വയസ്സിൽ അവർക്ക് ഈ രാജ്യത്തോടല്ലേ കൂടുതൽ സ്നേഹം തോന്നേണ്ടത്? അതായത് മാതാപിതാക്കളോട് സ്നേഹം തോന്നുന്നതിനേക്കാൾ കൂടുതൽ അവർക്ക് സ്നേഹം തോന്നേണ്ടത് അവരുടെ രാജ്യത്തോടല്ലേ? ഇഫ് കൺട്രി ഈസ് എ നാച്ചുറൽ നെസസിറ്റി ലൈക്ക് ബ്രെഡ്. ഒരു രാജ്യം എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണം എത്രത്തോളം പ്രാധാന്യമുള്ളതാണോ അതുപോലെ തന്നെ ഒരു രാജ്യവും നമുക്ക് പ്രാധാന്യമുള്ളതാണ്. സംബഡി മസ്റ്റ് ഗോ ടു ഡിഫെൻഡ് ഇറ്റ്. ആ രാജ്യത്തെ സംരക്ഷിക്കേണ്ട കടമ, ആ രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് നമ്മളുടെ കടമയാണ്, അല്ലെങ്കിൽ ആ ഒരു 20 വയസ്സുള്ള ആൾക്കാരുടെയൊക്കെ കടമയാണ്. ആൻഡ് അവർ സൺസ് ഗോ. അതിനു വേണ്ടിയിട്ട് നമ്മളുടെ മക്കൾ പോകും. വെൻ ദേ വർ 20, അവരുടെ 20 വയസ്സുള്ള ആ ഒരു പ്രായത്തിൽ നിർബന്ധിതമായിട്ടുള്ള ആ സൈനിക സേവനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ പോകും. ആൻഡ് ദേ ഡോണ്ട് വാണ്ട് ടിയേഴ്സ്. അവരങ്ങനെ അതിനുവേണ്ടി പോകുന്ന സമയത്ത് അവരൊരിക്കലും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് കണ്ണുനീരുകളല്ല. ബിക്കോസ് ഇഫ് ദേ ഡൈ, അപ്പോൾ നമ്മളിങ്ങനെ കണ്ണീരൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ സങ്കടപ്പെട്ട് അവരെ പറഞ്ഞയക്കുന്നതിന് പകരം നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി വേണം അവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പറഞ്ഞയക്കാൻ വേണ്ടി. ഇഫ് ദേ ഡൈ, അവർ മരിക്കുകയാണെങ്കിൽ, ഇനി യുദ്ധത്തിന് പോയിട്ട് അവർ മരിക്കുകയാണെങ്കിൽ ദേ ഡൈ ഹാപ്പി. അവർ മരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു സന്തോഷം ഉണ്ടാകും. കാരണം തൻ്റെ സ്വന്തം രാജ്യത്തെ സംരക്ഷിക്കാൻ കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ അതിനുവേണ്ടിയാണല്ലോ ഞാൻ മരിച്ചത് എന്നുള്ള ഒരു സന്തോഷം അവരുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും. എവ്രി വൺ ഷുഡ് സ്റ്റോപ്പ് ക്രൈയിങ്. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു, എല്ലാവരും കരയുന്നത് നിർത്തണം. എവ്രി വൺ ഷുഡ് ലാഫ്. എല്ലാവരും ചിരിക്കണം. ആസ് ഐ ഡു, ഞാൻ ചെയ്യുന്നത് പോലെ. ഓർ അറ്റ്ലീസ്റ്റ് താങ്ക് ഗോഡ്. അതുമല്ലെങ്കിൽ ദൈവത്തിനോട് ഒരു നന്ദിയെങ്കിലും പറയൂ. ആസ് ഐ ഡു, ഞാൻ ചെയ്യുന്നത് പോലെ. ബിക്കോസ് മൈ സൺ ബിഫോർ ഡൈയിങ്, എൻ്റെ മകൻ മരിക്കുന്നതിന് മുൻപായിട്ട് സെൻഡ് മീ എ മെസ്സേജ്, അവൻ എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. ഹി വാസ് ഡൈയിങ് സാറ്റിസ്ഫൈഡ് അറ്റ് ഹാവിങ് എൻഡഡ് ഹിസ് ലൈഫ് ഇൻ ദ ബെസ്റ്റ് വേ ഹി കുഡ് ഹാവ് വിഷ്ഡ്. അവൻ്റെ ആ മെസ്സേജ് ഇങ്ങനെയായിരുന്നു, ഞാൻ മരിക്കാൻ വേണ്ടി പോവാണ്, പക്ഷേ ഞാൻ വളരെ സാറ്റിസ്ഫൈഡാണ്, എനിക്ക് നല്ലൊരു സംതൃപ്തിയുണ്ട്, കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചത് എനിക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളൊരു സംതൃപ്തിയോട് കൂടിയിട്ടാണ് എൻ്റെ മകൻ മരിക്കാൻ പോയത്. അങ്ങനെ ഒരു മെസ്സേജ് ആയിരുന്നു അവൻ എനിക്ക് അയച്ചിരുന്നത്. ദാറ്റ് ഈസ് വൈ ആസ് യു സീ ഐ ഡു നോട്ട് ഈവൻ വെയർ മോർണിംഗ്. അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഉള്ളിൽ ആ ഒരു സങ്കടം നിങ്ങൾ കാണാത്തത്, അല്ലെങ്കിൽ എൻ്റെ മുഖത്ത് ആ സങ്കടം നിങ്ങൾ കാണാത്തത്. അതുപോലെ തന്നെ ആ ഒരു ദുഃഖാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള വസ്ത്രങ്ങളൊന്നും തന്നെ, ആ കറുത്ത നിറത്തിലുള്ള കോട്ടോ അങ്ങനെയുള്ളതൊന്നും ഞാൻ ധരിക്കാത്തതും അതുകൊണ്ടാണ്. ഹി ഷുക്ക് ഹിസ് ലൈറ്റ് ഫോൺ കോട്ട് ആസ് ഇഫ് ടു ഷോ ഇറ്റ് ഓഫ്. ഫോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെല്ലോ ബ്രൗൺ കളറിലുള്ള ആ ഒരു ഇതിനെയാണ് ഫോൺ എന്ന് പറയാം. എന്നിട്ട് അദ്ദേഹം താൻ ധരിച്ചിരിക്കുന്ന തൻ്റെ ആ ഒരു യെല്ലോ കളറിലുള്ള ആ കോട്ട് എല്ലാവരെയും കാണിച്ചു.
ഹിസ് ലിപ്സ് വർ ട്രെംപ്ലിംഗ്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചുണ്ടുകളൊക്കെ ഇങ്ങനെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഹിസ് ഐസ് വർ വാട്ടറി. അദ്ദേഹത്തിൻ്റെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞ് തൂവി നിൽക്കുന്നുണ്ടായിരുന്നു. ആൻഡ് മോഷൻലെസ്. അതിൽ ഒരു മോഷൻലെസ് ആയിട്ട് അനങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഹി എൻഡഡ് വിത്ത് എ ഷ്രിൽ ലാഫ്. അദ്ദേഹം ഒന്ന് ചിരിച്ചു. വിച്ച് മൈറ്റ് വെൽ ഹാവ് ബീൻ എ സോബ്. ഒന്ന് കരയുന്നതിന് പകരം ആ ഒരു വിറയ്ക്കുന്ന ചുണ്ടുകളുമായിട്ട് അദ്ദേഹം ആ സങ്കടം കടിച്ചു പിടിച്ചുകൊണ്ട് അദ്ദേഹം ഒന്ന് ചിരിക്കുകയാണ് അവിടെ ചെയ്തത്. ക്വൈറ്റ് സോ എഗ്രീഡ് ദ അതേഴ്സ്. എക്സാക്ട്ലി, ശരിയാണ് നിങ്ങൾ പറഞ്ഞത് എന്ന് അവിടെ ഉണ്ടായിരുന്ന മറ്റു മാതാപിതാക്കളെല്ലാവരും തന്നെ സമ്മതിച്ചു. ദ വുമൺ ബണ്ടിൽഡ് ഇൻ എ കോർണർ. ആ ക്യാരേജിൻ്റെ ഒരു സൈഡിലായിട്ട്, ഒരു കോർണറിലായിട്ട് ആ ഒരു സ്ത്രീ അങ്ങനെ കൂഞ്ഞിക്കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. ഹാഡ് ബീൻ സിറ്റിംഗ് ആൻഡ് ലിസണിങ് ടിൽ ഹി ഫിനിഷ്ഡ്. ആ ഒരു സ്റ്റൗട്ടായിട്ടുള്ള മനുഷ്യൻ പറഞ്ഞു തീർക്കുന്നത് വരെ ആ അമ്മ അതെല്ലാം കേട്ടുകൊണ്ടിരുന്നു. ഫോർ ദ ലാസ്റ്റ് 3 months, കഴിഞ്ഞ 3 മാസമായിട്ട് ഷീ ഹാഡ് ബീൻ ട്രൈങ് ടു ഫൈൻഡ് ഇൻ ദ വേർഡ്സ് ഓഫ് ഹർ ഹസ്ബൻഡ് ആൻഡ് ഹർ ഫ്രണ്ട്സ് സംതിങ് ടു കൺസോൾ ഹർ. കഴിഞ്ഞ 3 മാസമായിട്ട് തൻ്റെ ഭർത്താവിൻ്റെയോ അതുപോലെ തന്നെ തൻ്റെ റിലേറ്റീവ്സിൻ്റെയോ തൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ വാക്കുകളിൽ നിന്ന് കൺസോൾ ചെയ്യപ്പെടാൻ അല്ലെങ്കിൽ ആശ്വാസം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം തൻ്റെ മകൻ ഇങ്ങനെ ആ ഒരു യുദ്ധമുഖത്തേക്ക് പറഞ്ഞു വിടാൻ പോകുന്നതിൻ്റെ ആ ഒരു മാതാവിൻ്റെ ആ ഒരു സങ്കടം, അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. She wanted something that might show her how mother should send her son to probable danger of life. അപ്പോൾ മരണത്തിലേക്ക് പറഞ്ഞയക്കുന്ന പോലെയാണ് യുദ്ധമുഖത്തേക്ക് തൻ്റെ മകനെ പറഞ്ഞയക്കുന്നത്. അപ്പോൾ ഒരു മാതാവിന് സ്വന്തം മകനെ ഇങ്ങനെ യുദ്ധമുഖത്തേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് തള്ളിവിടുന്ന സമയത്ത് എന്ത് ഫീലിംഗ് ആണുള്ളത് എന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹർ ഗ്രീഫ് ഹാഡ് ബീൻ ഗ്രേറ്റർ ഇൻ സീയിങ് ദാറ്റ് നോബഡി. അപ്പോൾ ആ മാതാവ് നേരിട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് തൻ്റെ ആ ഒരു ഫീലിങ്സിനെ, തൻ്റെ ആ ഒരു അമ്മയുടെ ആ ഒരു ഫീലിങ്സ് എന്താണെന്നുള്ളത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി അവർക്ക് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. തൻ്റെ മകനെ ഇങ്ങനെ പറഞ്ഞയക്കുമ്പോൾ അവർക്ക് എന്ത് ഫീലിംഗ് ആണുള്ളത് എന്ന് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഷി തോട്ട് കുഡ് ഷെയർ ഹർ ഫീലിങ്സ്. ആരോടാണ് തൻ്റെ ഈ ഒരു ഫീലിങ്സൊക്കെ, തൻ്റെ മകനെ ഇതേപോലെ യുദ്ധമുഖത്തേക്ക് പറഞ്ഞു വിടുന്നതിൻ്റെ ആ ഒരു സങ്കടവും ആ ഒരു വേവലാതിയും ഒക്കെ ആരോട് ഷെയർ ചെയ്യുമെന്നുള്ള ഒരു കൺഫ്യൂഷനായിരുന്നു ആ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. ബട്ട് നൗ ദ വേർഡ്സ് ഓഫ് ദ ട്രാവലർ അമേസ്ഡ് ആൻഡ് ഓൾമോസ്റ്റ് സ്റ്റൺ ഹർ. പക്ഷേ ഇപ്പോൾ ആ ഒരു യാത്രക്കാരൻ പറഞ്ഞു നിർത്തിയ ആ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് വല്ലാത്ത ആശ്ചര്യവും ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള പോലെയാണ്. സ്റ്റണ്ട് എന്ന് പറഞ്ഞാൽ ഷോക്ക്ഡ് ആണ്. അപ്പോൾ വല്ലാത്തൊരു ഷോക്കിംഗ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്തു. ഷീ സഡൻലി റിയലൈസ് ദാറ്റ്, അവർ പതിയെ തിരിച്ചറിഞ്ഞു, ദാറ്റ് ഇറ്റ് വാസ് ഇൻ ദ അതേഴ്സ് ഹൂ വർ റോങ്. അതായത് മറ്റുള്ളവർ പറയുന്നതെല്ലാം ഒന്നും തെറ്റൊന്നുമല്ല, ബട്ട് ഹേർ സെൽഫ്, അവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നവർ മനസ്സിലാക്കി. അവർ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊന്നും തെറ്റല്ല, തൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് എന്നവർ മനസ്സിലാക്കി. ഇറ്റ് വാസ് ഷീ കുഡ് നോട്ട് റൈസ് അപ്പ് ടു ദ ഹൈറ്റ് ഓഫ് ദോസ് അതർ ഫാദേഴ്സ് ആൻഡ് മദേഴ്സ്. They seemed willing to resign themselves without trying, not only to the departure of their sons but even to their death. തൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന മറ്റുള്ള പാരൻസിൻ്റെ ആ ഒരു നിലവാരത്തിലേക്ക് തനിക്ക് ഉയരാൻ വേണ്ടി സാധിച്ചില്ല എന്ന കാര്യം അവർ തിരിച്ചറിഞ്ഞു. അതുപോലെ തന്നെ അവരെല്ലാവരും തങ്ങളുടെ ആ ഒരു സാഹചര്യവുമായിട്ട് പൊരുത്തപ്പെട്ടു തുടങ്ങി, അതും കരയാതെ തന്നെ. അത് എന്താണ്, തൻ്റെ മക്കളെ ആ യുദ്ധമുഖത്തേക്ക് പറഞ്ഞു വിടുന്ന കാര്യത്തിലായാലും അതുപോലെ തന്നെ തൻ്റെ മക്കളെ നഷ്ടപ്പെട്ടവരായാലും ആ ഒരു സ്ഥിതിയെ അവരെല്ലാവരും തന്നെ കരയാതെ അംഗീകരിക്കാനുള്ള മനസ്സ് അവർ കാണിച്ചു തുടങ്ങി. അപ്പോൾ ആ ഒരു നിലവാരത്തിലേക്ക് താൻ ഇതുവരെ ഉയർന്നിട്ടില്ല, ഇനി ഉയരണം എന്നുള്ള ഒരു തോട്ട്, അങ്ങനെ ഒരു ചിന്ത ആ അമ്മയുടെ ഉള്ളിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഷി ലിഫ്റ്റഡ് ഹെർ ഹെഡ് ആൻഡ് ബെൻഡ് ഓവർ ഫ്രം ഹെർ കോർണർ. അപ്പോൾ ആ സ്റ്റൗട്ട് മാൻ്റെ വാക്കുകളൊക്കെ കേട്ടിട്ട് അവരവരുടെ ആ തലയൊക്കെ ഉയർത്തി പിടിച്ചുകൊണ്ട് ബെൻഡ് ഓവർ എന്ന് പറഞ്ഞാൽ ലീൻ ചെയ്യുക, അതായത് നമ്മളിങ്ങനെ ആഞ്ഞിരിക്കുക, അങ്ങനെ തൻ്റെ ആ കോർണറിൽ നിന്ന് ഒന്ന് മുന്നോട്ട് ആഞ്ഞ് അവരിങ്ങനെ തലയൊക്കെ ഉയർത്തി പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. ഷി വാസ് ട്രൈങ് ടു ലിസൺ വിത്ത് ദ ഗ്രേറ്റ് അറ്റൻഷൻ ടു ദ ഡീറ്റെയിൽസ് വിച്ച് ദ സ്റ്റൗട്ട് മാൻ വാസ് ഗിവിങ് ടു ഹിസ് കമ്പാനിയൻസ്. എന്നിട്ട് അവരിങ്ങനെ വളരെ ഗ്രേറ്റ് അറ്റൻഷൻ, അതായത് ഇങ്ങനെ കീനായിട്ട് അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കേൾക്കാൻ വേണ്ടി തുടങ്ങി. ആ ഒരു സ്റ്റൗട്ട് മാൻ, ആ ഒരു തൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആ ഒരു തടിയനായിട്ടുള്ള ആ ഒരു യാത്രക്കാരൻ, അദ്ദേഹം പറയുന്ന തൻ്റെ ആ ഒരു യാത്രക്കാർക്ക്, തൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക് അദ്ദേഹം ഇങ്ങനെ വിവരിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധയോടുകൂടി കേൾക്കാൻ വേണ്ടി തുടങ്ങി. ഹി വാസ് ടെല്ലിങ് ദം, അദ്ദേഹം ഇങ്ങനെ പറയായിരുന്നു മറ്റുള്ളവരോട്, ദ വേ ഹിസ് സൺ ഹാഡ് ഫോളൻ ആസ് എ ഹീറോ. എങ്ങനെയാണ് ഒരു ഹീറോയായിട്ട്, തൻ്റെ മകനൊരു ഹീറോയായിട്ട് മരിച്ചു വീണത്. ഫോർ ഹിസ് കൺട്രി, തൻ്റെ രാജ്യത്തിന് വേണ്ടിയിട്ട്. ഹാപ്പി ആൻഡ് വിത്തൗട്ട് റിഗ്രറ്റ്, എത്ര സന്തോഷത്തോടു കൂടിയിട്ടാണ്, ഒരു റിഗ്രറ്റും ഇല്ലാതെ തൻ്റെ മകൻ ഈ രാജ്യത്തിൻ്റെ ഒരു ഹീറോയായിട്ട് മരിച്ചു വീണത് എന്ന കാര്യം അദ്ദേഹം ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞു നൽകി. ഇറ്റ് സീം ടു ഹർ ദാറ്റ് ഷീ ഹാഡ് സ്റ്റംബിൾഡ് എന്ന് പറഞ്ഞാൽ വീഴുക, ഫോളൻ ഇൻ ടു ദ വേൾഡ് സോ ഫാർ അൺനോൺ ടു ഹർ. ഇതുവരെ ആ വാക്കുകളൊക്കെ കേട്ടിട്ട് താൻ ഇതുവരെ എത്തിപ്പെടാത്ത ഒരു ലോകത്ത് എത്തിപ്പെട്ടതുപോലെ ആ ഒരു അമ്മയ്ക്ക് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങി. ആൻഡ് ഷീ വാസ് സോ പ്ലീസ്ഡ് ടു ഹിയർ എവറി വൺ ജോയിനിങ് ഇൻ കൺഗ്രാജുലേറ്റിംഗ് ദാറ്റ് ബ്രേവ് ഫാദർ.
മാധവന് വല്ലാത്തൊരു സന്തോഷം തോന്നി. കാരണം ആ കൂടിയിരിക്കുന്ന ആ കാരേജിലുള്ള എല്ലാ പാരൻസും ആ ഒരു ബ്രേവ് ആയിട്ടുള്ള വളരെ ധൈര്യശാലിയായിട്ടുള്ള ആ ഒരു അച്ഛനെ, ആ സ്റ്റൗട്ടായിട്ടുള്ള മനുഷ്യനെ ഇങ്ങനെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്ക് വല്ലാത്ത സന്തോഷം തോന്നി. സോ സ്റ്റോയിക്ലി സ്പീക്കിംഗ് ഓഫ് ഹിസ് ചൈൽഡ്സ് ഡെത്ത്, സ്റ്റോയിക്കലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻ ഉണ്ട്, പക്ഷേ ആ പെയിൻ എന്ത് ചെയ്യുന്നില്ല, പുറത്ത് കാണിക്കാത്ത രീതിയിൽ അതിങ്ങനെ ഉള്ളിലടക്കി പിടിച്ചിരിക്കുന്നത്. അപ്പോൾ തൻ്റെ മകൻ മരിച്ച ആ ഒരു സങ്കടം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ട് പോലും ആ മകൻ്റെ ആ ഒരു സന്തോഷം, അല്ലെങ്കിൽ മകൻ മരിച്ചു പക്ഷെ അവൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് മരിച്ചത് എന്ന ആ ഒരു സത്യത്തെ മനസ്സിലാക്കിയ ആ അച്ഛൻ്റെ ആ ഒരു ബ്രേവറിയെ എല്ലാവരും കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നത് ആലോചിച്ചിട്ട് അവർക്ക് വല്ലാതെ സന്തോഷം തോന്നി. ദെൻ സഡൻലി ആസ് ഇഫ് വേക്കിംഗ് അപ്പ് ഫ്രം ദ ഡ്രീം, ഒരു സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റതുപോലെ പെട്ടെന്ന് തന്നെ ഷീ ടേൺ ടു ദ ഓൾഡ് മാൻ, ആ സ്റ്റൗട്ടായിട്ടുള്ള ആ ട്രാവലറിനെ നോക്കിയിട്ട് അവരൊരു ചോദ്യം ചോദിച്ചു. ആസ്കിങ് ഹിം, ദെൻ ഈസ് യുവർ സൺ റിയലി ഡെഡ്, നിങ്ങളുടെ മകൻ ശരിക്കും മരിച്ചോ? എവ്രി വൺ സ്റ്റേഡ് അറ്റ് ഹർ. അപ്പോൾ ആ ഒരു കാരേജിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും പെട്ടെന്ന് അവരെ ഒന്നിങ്ങനെ തുറിച്ചു നോക്കി. ദ ഓൾഡ് മാൻ ടു, ആ ഒരു സ്റ്റൗട്ടായിട്ടുള്ള ട്രാവലറും അവരെ തന്നെ ഒന്ന് തുറിച്ചു നോക്കി. ടേൺ ടു ലുക്ക് അറ്റ് ഹർ, അവരെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ഹി ഫിക്സ്ഡ് ഹിസ് ഗ്രേറ്റ് ബൾജിങ് ഹൊറിബിളി വാട്ടറി ഐസ്, തൻ്റെ ആ ഒരു തടിച്ചു വീർത്ത ആ ഒരു കലങ്ങിയ അല്ലെങ്കിൽ ആ എന്താ പറയുക കണ്ണുനീര് കൊണ്ടിങ്ങനെ മൂടിയിട്ടുള്ള കണ്ണുകൾ അവരെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഡീപ്പ് ഇൻ ഹെർ ഫേസ്, അവരുടെ മുഖത്തേക്ക് തന്നെ. ഫോർ സം ടൈം ഹി ട്രൈഡ് ടു ആൻസർ, കുറച്ചു നേരം അദ്ദേഹം അതിനൊരു ഉത്തരം പറയാൻ വേണ്ടി ശ്രമിച്ചു. ബട്ട് വേർഡ്സ് ഫെയിൽഡ് ഹിം, പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് വാക്കുകളൊന്നും തന്നെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. ഹി ലുക്ക്ഡ് ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹർ, അയാൾ അവരെ തന്നെ നോക്കിക്കൊണ്ട് നിന്നു. ആൻഡ് ഇറ്റ് വാസ് ഈഫ് ഓൺലി ദെൻ അറ്റ് ദാറ്റ് സില്ലി ഇൻകോൺഗ്രുവസ് ക്വസ്റ്റ്യൻ ഹി ഹാഡ് സഡൻലി റിയലൈസ് ദാറ്റ് അറ്റ് ലാസ്റ്റ് ദാറ്റ് ഹിസ് സൺ വാസ് റിയലി ഡെഡ്, ഗോൺ ഫോർ എവർ. ഇൻകോൺഗ്രുവസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള, വിചിത്രമായിട്ടുള്ള. അപ്പോൾ ഇത്രയും നേരം അയാൾ തൻ്റെ മകൻ്റെ ആ ഒരു വീരകൃത്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അനവസരത്തിൽ ചോദിച്ച ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ, ആ ഒരു വിചിത്രമായ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾ സ്വയം ഇങ്ങനെ റിയലൈസ് ചെയ്തു, തിരിച്ചറിയുകയായിരുന്നു തൻ്റെ മകൻ ശരിക്കും മരിച്ചു പോയിരിക്കുന്നു. അവനെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ല, അവൻ മരിച്ച് പോയിരിക്കുകയാണ്, ഇനി ഒരിക്കലും അവനെ നമുക്ക് തിരിച്ചു കിട്ടില്ല എന്ന സത്യം അയാൾ തിരിച്ചറിഞ്ഞു. ഹിസ് ഫേസ് കോൺട്രാക്റ്റഡ് ആൻഡ് ബിക്കെയിം ഹൊറിബ്ലി ഡിസ്റ്റോർട്ടഡ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ മുഖമൊക്കെ ആ ഒരു ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ മാറി, അദ്ദേഹത്തിൻ്റെ മുഖമൊക്കെ മാറിയിട്ട് പ്രത്യേക ഒരു ഷേപ്പിലേക്കായി. ദെൻ ഹി സ്നാച്ച്ഡ് ഇൻ ഹേസ്റ്റ് എ ഹാങ്കർചീഫ് ഫ്രം ഹിസ് പോക്കറ്റ് ആൻഡ് ടു ദ അമേസ്മെൻറ്റ് ഓഫ് എവ്രി വൺ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു കയ്യിലുണ്ടായിരുന്ന ഹാങ്കർചീഫ്, പോക്കറ്റിൽ നിന്ന് ഹാങ്കർചീഫ് പെട്ടെന്ന് എടുത്തിട്ട്, ഹേസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ആ ഒരു ഹാങ്കർചീഫ് എടുത്തിട്ട് മറ്റുള്ളവരെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബ്രോക്ക് ഇൻ ടു ഹാരോയിങ് എന്ന് പറഞ്ഞാൽ പെയിൻഫുള്ളായിട്ടുള്ള, വളരെ സങ്കടകരമായിട്ടുള്ള, ഹാർട്ട് ബ്രേക്കിംഗ് അൺകൺട്രോളബിൾ സോബ്സ്. അദ്ദേഹം വളരെ പെയിൻഫുള്ളായിട്ടുള്ള, ഹൃദയം പോലും തകരുന്ന രീതിയിലുള്ള, കൺട്രോൾ ചെയ്യാൻ പോലും കഴിയാത്ത രീതിയിലുള്ള വലിയ ഉച്ചത്തിലുള്ള ഒരു കരച്ചിലേക്ക് അദ്ദേഹം വീണു. അതായത് അദ്ദേഹം തിരിച്ചറിയായിരുന്നു തൻ്റെ മകൻ മരിച്ചുപോയി, ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ആ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് വീണ്ടും ഉണ്ടായി. അതായത് അദ്ദേഹം മറക്കാൻ ശ്രമിക്കുന്നൊരു കാര്യമായിരുന്നു. അപ്പോൾ അവരാ ചോദിച്ച ആ ചോദ്യത്തിലൂടെ വീണ്ടും അദ്ദേഹം അത് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അതോടുകൂടിയിട്ട് അത്രയും നേരം ധൈര്യം കാണിച്ച മനുഷ്യൻ്റെ ധൈര്യമെല്ലാം പോയിട്ട് അദ്ദേഹം ഉച്ചത്തിൽ കരയാൻ വേണ്ടിയിട്ട്, ഹൃദയം തകരുന്നത് പോലെ കരയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ള വാർ എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടിയിട്ട് ഒന്ന് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ ഈ ഒരു ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റുവൽ ആക്ടിവിറ്റിയൊക്കെ ആയിട്ട് കാണാം. അതുവരേക്കും ദിസ് ഈസ് അനിൽ വി സൈനിങ് ഓഫ്. ബൈ ബൈ.